അപ്പോൾ നമ്മുടെ 3 മെയിൻ ബാങ്കുകൾക്ക് നമുക്ക് RBIയുടെ സൈഡിൽ നിന്ന് നല്ല പെനാൽറ്റി കിട്ടിയിട്ടുണ്ട്. 3 ബാങ്കുകൾക്കും ഇതുപോലെ പെനാൽറ്റി കിട്ടിക്കുന്നത് 3 റീസൺ വെച്ചിട്ടാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ RBI നല്ല സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ക്രെഡിറ്റ് കാർഡ് സെക്ഷൻ ആയിക്കോട്ടെ, ലോൺ സെക്ഷൻ ആയിക്കോട്ടെ, KYC ആയിക്കോട്ടെ, ഇതെല്ലാം ഇപ്പോൾ സ്ട്രിക്റ്റ് ആണ്. ഇതൊന്നും കറക്റ്റായിട്ട് കംപ്ലൈൻറ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം റീസെൻ്റ് നമ്മുടെ കോട്ടക് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഓൾമോസ്റ്റ് 10 മാസമൊക്കെ നമുക്കിപ്പോൾ ബാൻ ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് അഗൈൻ അപ്ലൈ ചെയ്യാനൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കോട്ടക് ബാങ്കിന് ആദ്യം പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോട്ടക് ബാങ്ക് അതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് ഇറങ്ങാണ്ട് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടതാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫുൾ അടിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് കോട്ടക് മഹീന്ദ്ര ബാങ്ക് തന്നെയാണ് കേട്ടോ. ഇതിന് ആക്ച്വലി ഒരു ഫൈൻ കൊടുത്തേക്കുന്നത് 61.4 ലക്ഷം രൂപയാണ്. ഇത് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബാങ്ക്സ് ഫെയിലിയർ ടു കംപ്ലൈ വിത്ത് RBI ഗൈഡ്ലൈൻസ് റിലേറ്റഡ് ടു ലോൺ സിസ്റ്റം. ലോൺ കൊടുക്കുന്ന സിസ്റ്റത്തിൽ നമ്മുടെ RBI റൂൾസ് ഒന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തുള്ള കുഴപ്പങ്ങളാണ് കേട്ടോ. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക IDFC ഫസ്റ്റ് ബാങ്ക് ആണ്. ഇതിന് കൊടുത്തേക്കുന്നത് 38.6 ലക്ഷം രൂപ ഫൈനാണ് ഫോർ നോട്ട് ഫോളോയിങ് ദ KYC നോംസ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ KYC നോംസ് ഒക്കെ ഇപ്പോൾ കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാതാണ് ഇവർക്ക് പണി കിട്ടിക്കുന്നത്. ഇന്ന് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പബ്ലിക് ബാങ്കാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിനാണ് അടുത്ത പണി കിട്ടിക്കുന്നത്. 29.6 ലക്ഷം രൂപയാണ് അവർക്ക് ഫൈൻ കിട്ടിക്കുന്നത് കേട്ടോ. ഇത് എന്താ പറയുക കസ്റ്റമർ സർവീസ് ആയിട്ടുള്ള റെഗുലേഷൻസ്, RBIയുടെ റെഗുലേഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാത്തതിനാണ് ഇവർക്ക് പണി കിട്ടിക്കുന്നത്. അപ്പോൾ ഈ 3 ബാങ്കുകൾക്കാണ് ഇപ്പോൾ കറക്റ്റായിട്ട് പണി കിട്ടിക്കുന്നത്. നിങ്ങൾക്ക് അറിയിക്കും നമുക്കിപ്പോൾ എന്തെങ്കിലും ബാങ്കിൻ്റെ സൈഡിലേക്ക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് RBIയുടെ ഓംബുഡ്സ്മാൻ്റെ സൈഡിലൊക്കെ പോയിട്ട് നമുക്ക് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ സംഭവങ്ങളൊക്കെ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് അവർ ആക്ച്വലി ഇതിനെ സംഭവങ്ങളൊക്കെ ഇതുണ്ടാക്കുന്നത് കേട്ടോ. ഫൈൻസും അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് ആക്ഷൻസ് ഒക്കെ എടുക്കുന്നതൊക്കെ ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കൺക്ലൂഷൻ വന്നിരിക്കുന്നത്. 3 ബാങ്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക്, IDFC ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്കിന് നല്ല ഫൈൻ കിട്ടിയിട്ടുണ്ട്. കോട്ടക്ക് ഇപ്പോൾ തന്നെ വന്നിട്ടുള്ളൂ. ആ ക്രെഡിറ്റ് കാർഡിനും ഓൺലൈൻ അപ്ലൈക്ക് അടുത്ത പണി കിട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത കാണാം.